നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 35 വയസ്സുള്ള കോളേജ് അധ്യാപികയായ ചെറുപ്പക്കാരിക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വല്ലാത്ത തലവേദനയാണ്. പകൽ സമയം അത്രയും ക്ഷീണം, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വരുന്നില്ല. പലപ്പോഴും കഥകളും കവിതകളും അതിൽ നിന്നുള്ള ഉദ്ധരണികളൊക്കെ വളരെ സമർത്ഥമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ വിശകലനം ചെയ്ത് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വലിയ വാഗ്ധോരണിയുള്ള നന്നായി പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപികയാണ്. കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അതൊന്നും പറ്റുന്നില്ല. ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ ഷേക്സ്പിയറിൻ്റെയും മറ്റുമൊക്കെ ഉദ്ധരണികൾ ഇങ്ങനെ അനായാസം പണ്ട് പറയാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അത് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ചില വാക്കുകൾ കിട്ടുന്നില്ല. ഒരു വാചകം കഴിഞ്ഞ് അടുത്ത വാചകം എന്താണെന്ന് തപ്പിപ്പോകുന്നു. പഴയ ഒരു ഒഴുക്ക് പറ്റുന്നില്ല സംസാരിക്കുമ്പോൾ. ഇതെന്തെങ്കിലും ഗൗരവമുള്ള പ്രശ്നമാണോ എന്ന് ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് അവർ ഞങ്ങളെ കാണാനായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് വിശദമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുകയാണ്. രാവിലെ തന്നെ ക്ഷീണം വല്ലാതെ അനുഭവപ്പെടുന്നു. പകൽ സമയത്തും ഒരു ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ വല്ലാത്തൊരവശതയാണ്. ഒരു ദിവസം 3-4 ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും. പണ്ടൊക്കെ ഈ 4 മണിക്കൂർ ക്ലാസ് എടുത്ത് കഴിഞ്ഞാലും പിന്നെയും ഇനി വീണ്ടും 2 മണിക്കൂറും കൂടെ ക്ലാസ് എടുക്കാമെന്നുള്ള തരത്തിൽ ഊർജ്ജസ്വലയായി നിന്നിരുന്ന അധ്യാപികയ്ക്ക് ഇപ്പോൾ 1 മണിക്കൂർ ക്ലാസ്സൊക്കെ എടുത്തു കഴിയുമ്പോൾ വല്ലാത്ത പരവേശവും അവശതയും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ഒരവസ്ഥയുമാണ്. അപ്പോൾ എന്താണ് ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റമെന്ന് ചോദിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ ഡിജിറ്റൽ ഉപയോഗം കുറച്ച് കൂടിയിട്ടുണ്ട്. ഡിജിറ്റൽ ഉപയോഗം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ രാത്രിയിൽ വളരെ വൈകി ഇരുന്നുകൊണ്ട് വാർത്തകളൊക്കെ കാണുന്നു. ഈ പല സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും കയറി വാർത്തകൾ കാണുകയാണ്. യൂട്യൂബ് ചാനലുകൾ പലതും സന്ദർശിക്കുന്നുണ്ട്. അതിൽ പലപ്പോഴും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വളരെ മോശമായ തരത്തിലുള്ള ക്രിമിനൽ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ ഒരു 2 മണിയൊക്കെ ആയിട്ടാണ് ഈ മൊബൈൽ താത്തു വെക്കുന്നത്. അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ വാർത്തയിൽ കണ്ട പോലത്തെ ഈ ഭീകര രംഗങ്ങളൊക്കെ മനസ്സിലോട്ട് കയറി വരുന്നു. വല്ലാത്ത വെപ്രാളം, അസ്വസ്ഥത ഒക്കെ വരുന്നു. ഉറക്കം ശരിയാവുന്നില്ല. പകൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വല്ലാത്ത തലവേദന. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനേ തോന്നുന്നില്ല. പക്ഷേ 9 മണിക്ക് കോളേജിൽ എത്തണമെന്നുള്ളതുകൊണ്ട് ഒരു 8 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ നിർബന്ധിതയാവുന്നു. അത് കഴിഞ്ഞാലും ഒരു കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത അവശത, തലവേദന. ഈ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഈ പകൽ സമയത്തും ഈ മൊബൈലിൻ്റെ പ്രശ്നമുണ്ട്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ എടുത്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എന്തെങ്കിലും വിവരങ്ങൾ വന്നിട്ടുണ്ടോ. പിന്നെ ഉടനെ തന്നെ ന്യൂസ് മേഖലകളിലേക്ക് പോകും. അതിങ്ങനെ തോണ്ടി നിരന്തരം ഒന്നിൻ്റെ പുറകെ മറ്റൊന്നായിട്ട് സജഷൻസ് വരുന്ന സംഗതികൾ ഇങ്ങനെ കണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മനസ്സിനൊരു ടെൻഷനോ വിഷമോ വന്നു കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ എടുത്തുന്നു, ഇങ്ങനെ തോണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഈ ആധുനിക കാലത്ത് ഒരുപാട് മനുഷ്യരിൽ കണ്ടുവരുന്ന ഡിജിറ്റൽ ഫെറ്റീഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ക്ഷീണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ളൊരു അവസ്ഥയുടെ ലക്ഷണമാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ അമിതമായ ഡിജിറ്റൽ ഉപയോഗം. അത് പലപ്പോഴും രാത്രി വളരെ വൈകി ഉപയോഗിക്കുന്ന കാരണം ഉറക്കം തടസ്സപ്പെടുന്നു. പകൽ സമയത്ത് പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നുമില്ലാതെ ഇതിങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന കാരണം തലച്ചോറിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സമയമില്ല. തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ സാമൂഹ്യ മാധ്യമ ഫീഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് മാത്രം മനസ്സങ്ങ് കേന്ദ്രീകരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഒരാശയവിനിമയം നടത്തുമ്പോൾ പോലും ചിലപ്പോൾ വിദ്യാർത്ഥികൾ ചില പ്രശ്നങ്ങളൊക്കെ പറയാൻ വരും. ആ വിദ്യാർത്ഥികൾ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ മൊബൈൽ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ തോണ്ടി ഇരുന്ന് ഒരു അർത്ഥ മനസ്സോടെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് പോലും. അങ്ങനെ വരുമ്പോഴേക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ആ പറയുന്ന വിഷയത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഡിജിറ്റൽ ഫെറ്റീഗിൻ്റെ പല ലക്ഷണങ്ങളിലൊന്നാണ് ഈ കഠിനമായ തലവേദനയും പകൽ സമയത്തുള്ള ക്ഷീണവും. പണ്ട് പഠിച്ച പല കാര്യങ്ങളും പെട്ടെന്ന് ഓർമ്മയിൽ വരാത്തൊരവസ്ഥയും ഇതുമൂലം ഉണ്ടാകുന്നു. കാരണം ഒരു 6 മണിക്കൂറെങ്കിലും തുടർച്ചയായി ഉറക്കം രാത്രിയിൽ കിട്ടിയില്ലെങ്കിൽ ഓർമ്മയെ അത് ബാധിച്ചു തുടങ്ങും പതിയെ. മാത്രമല്ല, കാര്യങ്ങൾ ചെയ്യാനൊരു താല്പര്യമില്ലായ്മ, ഒരു ഉദാസീനത, ഒരു ഉന്മേഷമില്ലായ്മ. മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമാവുകയും സങ്കടപ്പെടുകയും ചെയ്യും. ആ സങ്കടപ്പെടുമ്പോൾ വീണ്ടും ഈ മൊബൈൽ എടുത്ത് വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ മൊബൈലിൽ പൂർണ്ണമായിട്ട് ഒരു ആശ്രയം കണ്ടെത്തുന്ന രീതിയിലേക്ക് മനസ്സ് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മൊബൈലിൻ്റെ ഈ സ്ക്രോളിങ്ങിന് ഡൂം സ്ക്രോളിങ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം മനസ്സിങ്ങനെ വിഷമം വരുന്ന സമയത്തുണ്ടാകുന്നൊരു സ്ഥിതി. അപ്പോൾ ജീവിതശൈലിയിലൊരു മാറ്റം വരുത്താൻ അധ്യാപികയ്ക്ക് നിർദ്ദേശം നൽകി. ഡിജിറ്റൽ ഹൈജീൻ എന്ന സംഗതിയെക്കുറിച്ച് പറഞ്ഞു. 2 മണിക്കൂറായി സ്ക്രീൻ സമയം കുറയ്ക്കാൻ പറഞ്ഞു. രാത്രിയിൽ 9 മണി കഴിഞ്ഞ് ഒരുതരം ദൃശ്യമാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കാനുള്ള നിർദ്ദേശം നൽകി.
നൽകി. അതോടൊപ്പം രാത്രിയിലത്തെ ഉറക്കം ക്രമീകരിക്കാനുള്ള മരുന്നുകളും പകൽ സമയത്ത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും കൊടുത്തു. അതോടെ പതിയെ പതിയെ ഈ പ്രശ്നം മാറി വന്നൊരു 3 മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഈ ഡിജിറ്റൽ ഫെറ്റീഗിൻ്റെ ലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായും മാറി ഊർജ്ജസ്വലതയോടെ പഴയ ചടുലതയോടെ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അധ്യാപിക എത്തിച്ചേർന്നു. നമസ്കാരം.